1 ലിറ്റർ വെള്ളത്തിൽ 1000 മില്ലിഗ്രാം ഉപ്പ്. ഇതാണ് കാസർഗോഡ് ജല അതോറിറ്റി വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിലടങ്ങുന്ന ഉപ്പിന്റെ തോത്. കടുത്ത വേനലിൽ വെള്ളം മാറുമ്പോൾ വീടുകളിലെ ടാപ്പുകൾ, ജലസംഭരണികൾ എന്നിവിടങ്ങളിലെല്ലാം ഉപ്പ് അവശേഷിക്കുന്നു. വെള്ളം കുടിച്ചാൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പ്. ഇവിടെ വെള്ളം വാട്ടർ അതോറിറ്റിൻ്റെ വരുന്ന വെള്ളം വെറും ഉപ്പുവെള്ളമാണ്. ഈ ഉപ്പുവെള്ളം കൊണ്ട് നമ്മളെപ്പോഴും ഈ 2 മാസം നമുക്ക് ഉപ്പുവെള്ളം തന്നെയാണ് വാട്ടർ അതോറിറ്റിൻ്റെ ഇതിൽ നിന്ന് വരുന്ന വെള്ളം. നമുക്ക് വേറെ വെള്ളമില്ല. ബോറിലാണെങ്കിൽ നമ്മുടെ കയ്യിൽ വെള്ളമില്ല. പിന്നെ വേറെ ഒരു കുടിവെള്ളത്തിനും മറ്റെല്ലാ ആവശ്യങ്ങൾക്കും ഉപ്പുവെള്ളമാണ് ഉപയോഗിക്കേണ്ടി വരുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം കുടിവെള്ളത്തിൽ അനുവദനീയമായ ഉപ്പിന്റെ അംശം 250 മില്ലിഗ്രാമാണ്. ഉപ്പിന്റെ അംശമേറിയതിനാൽ വസ്ത്രങ്ങൾ അലക്കാൻ പോലും വെള്ളം ഉപയോഗിക്കാനാവുന്നില്ല. കുടിക്കാൻ കിട്ടുന്നത് തന്നെ ഉപ്പ് വെള്ളം. ഇപ്പോൾ കക്കൂസും വെള്ളം കൂടിയായെങ്കിൽ ഞങ്ങൾ എങ്ങനെ കുടിക്കുന്നത്? ഭയങ്കര ബുദ്ധിമുട്ടും കാര്യമെല്ലാമായിട്ട് ഞങ്ങൾക്ക് തീരെ വെള്ളം കിട്ടാതെ ഞങ്ങൾ ഇനി എന്ത് ചെയ്യും? പയശ്ശേരി പുഴയിൽ ഭാവിക്കരയിൽ പമ്പിംഗ് ഏരിയയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയിടാൻ ലക്ഷങ്ങൾ ചെലവഴിച്ചെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല. വേനൽ കടുക്കുമ്പോൾ വർഷങ്ങളായി ഉപ്പുവെള്ളം കുടിക്കേണ്ട ഗതികേടിലാണ് നഗരവാസികൾ. ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം KV ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്.